ഞാനിവിടെ ചോദിക്കാൻ ചർച്ച ചെയ്തത് അപകടങ്ങളെക്കുറിച്ചാണ്. MC റോഡിൽ അപകടങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഗതം. വാളകത്ത് അപകടങ്ങൾ ഉണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നത് ഓട്ടോ തൊഴിലാളിയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം, എത്രത്തോളം അപകടമാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഇവിടെ മിക്ക ടൈമിലും മഴ പെയ്താൽ ഇവിടെ ഈ മൊത്തം വെള്ളം കെട്ടാം. നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. കുറേ വണ്ടികൾ ആ സൈഡിൽ പോകുന്ന എല്ലാ വണ്ടികളും ഈ സൈഡിൽ കയറി പോകുന്നത്. അതുകൊണ്ട് മിക്ക വണ്ടികളും വഴിയിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനോട് പരിഹാരം ഇതുവരെ നടന്നിട്ടുമില്ല. പിന്നെ ഒരു മഴയിൽ 2 വണ്ടി ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു സമയത്ത് ഒരു 2 വീലർ ഇവിടെ വന്ന് സ്കിഡായി പോയിട്ട് ഒരാൾ അന്ന് മരിച്ചു. ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മരിച്ചത്. ഒന്ന് മഴയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഞങ്ങൾ എപ്പോഴും എടുത്തുകൊണ്ട് പോക്ക് തന്നെ വീഴുന്നെല്ലാം. ഈ രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ്? രാത്രി ഒന്ന് ഇവിടുത്തെ ലൈറ്റുകളൊന്നും മിക്ക കത്തില്ലായിരുന്നു. ഇപ്പം ഉണ്ട്, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. രാത്രിയിൽ മഴ പെയ്താലൊന്നും നമുക്ക് റോഡ് അറിയത്തില്ല. എല്ലാം ഇനി മാറി ഒഴിഞ്ഞ് ആ സൈഡ് വെള്ളം കിട്ടുന്നാലും എല്ലാം ഈ ഇഞ്ചോട് കയറും. നമുക്ക് ഈ വെള്ളം കൂടി തിരുവനന്തപുരം പോകുന്ന വഴിയിൽ തടസ്സമായിരിക്കും മൊത്തം. ഒരു വണ്ടിയും പോകാൻ പറ്റത്തില്ല. ഇവിടെ വെള്ളം കയറുവാണെങ്കിൽ താഴെ ജംഗ്ഷനിലും വെള്ളം കയറും, മെയിൻ ജംഗ്ഷനിലും വെള്ളം കയറും. ആണെങ്കിൽ വെള്ളക്കെട്ടൊരു പ്രധാന പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ് വെള്ളക്കെട്ട്. അതുകൊണ്ട് തന്നെ ഈ റോഡിലൊരു താഴ്ച. അതെ, ഈ റോഡിനൊരു ചരിവ് അങ്ങോട്ടുള്ളത്. ഇപ്പോൾ 3 ജംഗ്ഷനിലല്ലേ ഇവിടെ വന്ന് കയറുന്നത്. ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഒത്തിരി നാളുകൊണ്ടേ നടക്കുക. നമ്മളിതിന് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല ഒന്നും. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. റോഡിൻ്റെ അശാസ്ത്രീയത തന്നെയാണ് ഇവരും ചൂണ്ടിക്കാട്ടുന്നത്. ഇനി നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ഈ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ MC റോഡുകളിലേക്ക് എത്തിച്ചേരുന്ന ചെറിയ റോഡുകളിൽ കോൺകേവ് കണ്ണാടികൾ സ്ഥാപിക്കേണ്ടതും നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഹൈ ബീം ലൈറ്റുകൾ എതിരെ വരുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലോ ബീം ഉപയോഗിക്കേണ്ടത് ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. സംസ്ഥാന ഗവൺമെൻറ്റും പൊതുജനങ്ങളും ഒന്നിച്ച് കൈകോർത്ത് നിന്നാൽ മാത്രമേ നമ്മളുടെ അപകടങ്ങൾ തരണം ചെയ്ത് യാത്ര സുഗമമാക്കാൻ സാധ്യമാവുകയുള്ളൂ. വാളകത്തെ സംബന്ധിച്ച് എന്തെല്ലാം ആവശ്യകതയാണ്? വാളകത്തെ സംബന്ധിച്ച് MC റോഡിലേക്ക് ഇറങ്ങി വരുന്ന ചെറിയ റോഡുകൾ നിരവധിയാണ്. അവിടെ കോൺകേവ് കണ്ണാടികൾ അടിയന്തരമായി സ്ഥാപിക്കണം. വളവുകൾ അശാസ്ത്രീയമായ നിർമ്മിച്ച വളവുകളുടെ ചരിവുകളുണ്ട്. ഒപ്പം തന്നെ വാളകം പ്രദേശത്ത് റോഡിൽ വെള്ളം കയറുന്നത് നിത്യസംഭവമായി മാറുകയാണ്. അമ്പലക്കര, പട്ടേരി, പനവേലി ഭാഗങ്ങളിൽ നിന്ന് ഒലിച്ചു വരുന്ന തോടുകളിൽ കൂടി വരുന്ന വെള്ളം പണ്ട് KSEB വാളകം പഴയ KSEB ഓഫീസിന് സമീപമുള്ള വിശാലമായ കലങ്ങനകത്തൂടെ അപ്പുറത്തെ തോട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ റോഡ് പണിക്ക് ശേഷം ചെറിയ പൈപ്പുകൾ വെച്ചിട്ട് അത്രയും വെള്ളം കടന്നു പോകുവാൻ സുഗമമായി പോകാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ആ വെള്ളം മുഴുവൻ ചെറിയ മഴയത്തും വാളകം MC റോഡിലേക്ക് പ്രവേശിക്കുകയും റോഡ് വെള്ളത്തിനടിയിലാവുകയും ചെയ്യുകയാണ്. അപകടങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തുകയാണ്. നമ്മളുള്ളത് പനവേലിലെ കക്കാട് എന്ന് പറഞ്ഞൊരു പ്രദേശത്താണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. വാഹനങ്ങൾ അമിത വേഗതയിലാണ് ഇതുവഴി ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതു സമയവും അപകടങ്ങൾ ഉണ്ടാവാനുള്ള വലിയ സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു അപകടം ഉണ്ടായാൽ തന്നെ എപ്പോഴും ഏതു സമയവും ഓടിയെത്തുന്ന പ്രദേശവാസികളും അതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സും എല്ലാം തന്നെ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ഈ വാർഡിന്റെ മെമ്പർ നമ്മളോടൊപ്പം ചേരുകയാണ്. കാരണം ഇദ്ദേഹം എപ്പോഴും ആക്റ്റീവാണ്. ഏത് അപകടം ഉണ്ടായാലും ആ സമയത്ത് ഓടിയെത്തുന്ന ഒരാളാണ്. ശരിയല്ലേ? എപ്പോഴും അപകടങ്ങൾ തുടർക്കഥയായി തന്നെ മാറിയല്ലേ ഇവിടെ? തീർച്ചയായും. കാരണം കഴിഞ്ഞ ഏകദേശം 3 മാസ കാലയളവ് കൊണ്ട് ഏകദേശം കരിക്കം, അതായത് കൊട്ടാരക്കര മുതൽ ആയൂർ വരെ ഏകദേശം 10-36ഓളം മരണങ്ങളാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മാസം പോലും 1 കിലോമീറ്റർ ചുറ്റളവിൽ, ഈ കക്കാടിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ 4ഓളം ആക്സിഡന്റുകളാണ് നടന്നിട്ടുള്ളത്. മുഴുവൻ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 മരണങ്ങളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഈ ഞാൻ നിൽക്കുന്നതിന് തൊട്ട് മുന്നോടിയ ആ ഭാഗത്തായിട്ട് കഴിഞ്ഞ കൊല്ലത്തുള്ളൊരു സ്വദേശി അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാറ് തന്നെ അറ്റുപോയി. ഇപ്പൊ ദേശീയ സുരക്ഷാ റോഡ് നിയമം അനുസരിച്ച് പോലും പ്രത്യേകിച്ച് MVD അടക്കമുള്ള അവരുടെ സർവേ അടിസ്ഥാന റിപ്പോർട്ടും 100 കണക്കിന് സ്ഥലങ്ങളാണ് അവർ ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അത്തരം സ്ഥലങ്ങളിൽ ഈ സുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് ബോർഡുകൾ സംവിധാനങ്ങളോ അതുപോലെ സീബ്ര ലൈനുകൾ തെളിക്കുന്ന സംവിധാനങ്ങളോ ഒക്കെ തന്നെ പാളിച്ചകളാണ്. കാരണം ഈ റോഡ് സുരക്ഷാ സംവിധാനത്തിൽ പോലും 10 കോടി രൂപയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞൊരു വർഷക്കാലയളവ് കൊണ്ട് 100 കണക്കിന് ആക്സിഡന്റുകളാണ് ഈ കൊട്ടാരക്കര തിരുവനന്തപുരം റോഡിൽ നടന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിയമം അനുസരിച്ച് ഇപ്പൊ 2 ഹമ്പുകളാണ് മാറ്റിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് സ്പീഡ് കൂടുകയാണ്. അതിനനുസരിച്ച് ഒട്ടനവധി
മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക 2 സ്കൂളുകളാണ് ഈ പ്രദേശത്തുള്ളത്. ഒന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ സദാനന്തപുരം, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് LPS സ്കൂളും. ഈ 2 സ്കൂളിന്റെ ഭാഗത്തായിട്ടായിരുന്നു ഹമ്പുകൾ നിലവിൽ ഉണ്ടായിരുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് മാറ്റി സ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്, റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പോലും. അപ്പോൾ നിരന്തരം ആക്സിഡന്റ് വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഭാഗത്ത് പോലും ഒരു വിദ്യാർത്ഥി പോലും മരിച്ചു. അങ്ങനെ നിരന്തരം ആക്സിഡന്റ് സംവിധാനങ്ങൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഡിവൈഡറിൽ വാഹനം വന്നിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ സദാനന്തപുരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ തൊട്ട് താഴായിട്ട് KP കനാലിന്റെ പ്രദേശത്താണ് ഈ ഡിവൈഡർ സംവിധാനം ഉള്ളത്. അവിടെ സിഗ്നൽ ലൈറ്റുകൾ കത്തുന്നില്ല. കാരണം ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവ് കൊണ്ട് ഏകദേശം ഒരു 10-20ഓളം വണ്ടികൾ ആക്സിഡന്റ് ആയിട്ടുള്ളത്. അവിടെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വന്ന് ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്നേ വരെ അവിടെ ആ മാനദണ്ഡം അനുസരിച്ച് അവിടെ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടെ അപകടമുള്ള സ്ഥലമാണെന്ന് ഉള്ള നിലയിലേക്ക് യാതൊരുവിധമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും MVDയുടെ ഭാഗത്ത് ഒരുക്കിയിട്ടില്ല. അല്ലെങ്കിൽ അവർ സർവേ എടുത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലും അതൊരു മോണിറ്ററിംഗ് സംവിധാനത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിരന്തരം അപകടങ്ങൾ പെരുകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, തിരുവനന്തപുരം റൂട്ടിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് രാത്രി കാലങ്ങളിലാണ്. പ്രത്യേകിച്ച് എയർപോർട്ടിലേക്ക്. ഇപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പോലും ഡ്രൈവർ ഉറങ്ങി. ഈ കഴിഞ്ഞ ആഴ്ച പോലും ഒരു ഡോക്ടർ മരിച്ചു എന്നുള്ള വാർത്ത നമ്മളെ സംബന്ധിച്ചെന്നറിയാം. അപ്പം നിരന്തരം അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിലവിൽ റോഡിന്റെ ഇരു സൈഡുകളിലായിട്ട് അല്ലെങ്കിൽ അപകടങ്ങൾ ഉള്ള സ്ഥലത്ത് ഈ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതോ അല്ലെങ്കിൽ സീബ്ര വരകൾ തെളിയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടുതലായിട്ട് ചെയ്തു വരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ള ആക്സിഡന്റിൽ ഏറ്റവും കൂടുതൽ ഓടിയെത്തുന്നത് ആട്ടോറിക്ഷ തൊഴിലാളികളും നമ്മൾ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെയാണ്. കഴിഞ്ഞൊരു മാസം ഏകദേശം 6ഓളം അപകടങ്ങളിലായിട്ട് കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ അടക്കം നമുക്ക് അത്തരത്തിലുള്ള ആളുകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിരന്തരം ആക്സിഡന്റ് പെരുകുന്നു എന്നുള്ളതാണ്. ഒട്ടനവധി ജീവനുകൾ പൊലിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് MVD അടക്കമുള്ള ആളുകൾ ആ ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ 10 കോടി രൂപയോളം ചെലവഴിച്ച് നടത്തുന്ന ഈ പദ്ധതി ദേശീയ റോഡ് സുരക്ഷാ മാനദണ്ഡം അനുസരിച്ച് ആ ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള സ്ഥലത്ത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുകൂടിയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കടക്കം പറയാനുള്ളത്. അതുതന്നെയാണ് ആവശ്യം. കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തി ജീവൻ പൊലിയാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം, മുൻകരുതലുകൾ നൽകണം. അതുപോലെ തന്നെ അധികൃതർ കൃത്യമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമ്മളുള്ളത് കക്കാടാണ്. ഒരു അപകടമുണ്ടായാൽ ആദ്യം ഓടിയെത്തുന്നത് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നിരവധി ഓട്ടോകളാണ് കിടക്കുന്നത്. ഇവരെല്ലാം ദിനംപ്രതി അപകടങ്ങൾ ഇവിടെ കാണുന്നവരാണ്. എന്ത് പ്രശ്നമുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് ഇവരാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോവാം. ശരിക്കും നിങ്ങൾ ഈ റോഡിലൂടെ എപ്പോഴും വാഹനം ഓടിക്കുന്നവരാണ്. എങ്ങനെയാണ് ഈ റോഡിന്റെ അവസ്ഥ? നമ്മുടെ ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കുഴപ്പം. പമ്പോ ചാടി അങ്ങോട്ട് അവിടെ എതിരെ വരുന്ന വണ്ടി കാണാൻ ഒക്കത്തില്ല, അത്രയും വളവാ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അവിടുന്ന് കയറി വരുന്നതും അതുകൊണ്ട് ആ സ്പീഡും കാര്യങ്ങളും കൊണ്ടാണ് മൂലം അപകടം കൂടുതൽ സംഭവിക്കുന്നത്. ഈ സ്ഥലത്ത് എപ്പോഴും അപകടം കൊണ്ടുണ്ട്. എപ്പോഴും അപകട സാധനം. ആ 2 വീലറൊക്കെ എപ്പോഴും അപകട സാധനം. അത് വണ്ടി കാണാൻ ഒക്കത്തുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ കാണാൻ ഒക്കത്തില്ല. അത്ര ഇതുകൊണ്ട് ഡിസ്റ്റൻസ് ഉണ്ടാകും. വലിയ വളവുണ്ടാകും അപകടം. നമ്മുടെ ഈ സദാനന്തപുരത്ത് ഇറങ്ങി വരുന്ന ഒരു ഇറക്കം ഉണ്ടല്ലോ, അത് ഹൈ സ്പീഡിലാണ് ശരിക്കും വാഹനങ്ങൾ. ഹൈസ്കൂളിൽ ഇറങ്ങി വന്ന വണ്ടി വളവ് വളയ്ക്കാൻ ഒക്കത്തില്ല. ആ വളവ് കറക്റ്റ് നേരെ വന്ന ഡിവൈഡർ ഇടിച്ചായിട്ട് കൂടുതൽ വണ്ടി അപകടം ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് വരുന്ന ഡ്രൈവർമാരെ അവർക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത്. അഥവാ തടിലോറി കയറി പോകുമ്പോൾ ഇറങ്ങി വരാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അപകടം കൂടുതൽ ഉണ്ടാവുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു അപകടം എങ്ങനെയായിരുന്നു? അത് ഒറ്റയ്ക്ക് ഇത് കയറി വന്നവർ മരണപ്പെടുകയും ചെയ്തു. പുള്ളി ബൈക്കിലെ വന്ന കാർ ഇടിച്ച് മരണപ്പെടുകയും ചെയ്തു. അതേപോലെ അതേപോലെ പാലത്തിന്റെ അവിടെ അതേപോലെ തന്നെ നമുക്ക് സ്പീഡാ വരുന്ന വണ്ടിക്ക് ആരും അറിയത്തില്ല, പെട്ടെന്ന് വളവ് തിരിയത്തില്ല, നേരെ ഡിവൈഡർ വന്ന് കയറുവാണ് അപകടം കൂടുതൽ സംഭവിക്കുന്നത്. അതെപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിടെ നിരന്തരം അപകടം ഉണ്ടാകുന്ന സ്ഥലമാണ് ഡിവൈഡർ പാലം. ശരിക്കും ഇവിടെയുള്ളവർ അപകടങ്ങൾ കണ്ട് മടുത്ത സാഹചര്യമാണ് ഉള്ളത്, അല്ലെ? ശരിയല്ലേ? നമ്മുടെ ഇവിടെ സംബന്ധിച്ച് എപ്പോഴും ദിനംപ്രതി അപകടങ്ങളല്ലേ? തീർച്ചയായും എപ്പോഴും തിരക്കുള്ളൊരു റോഡാണിത്. റോഡെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് NH പണി നടക്കുമ്പം അതിലെ ഉള്ള വണ്ടിയെല്ലാം ഇതുവഴിയാണ് ഏറ്റവും കൂടുതൽ പാസ് ചെയ്ത് പോകുന്നത്. മിക്കവാറും ഉള്ളവർക്കൊന്നും ഈ റൂട്ടിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ലാത്തവരാണ്. ഇവിടുന്ന് തിരുവനന്തപുരം റൂട്ടിൽ നിന്ന് വന്നാലും നമ്മുടെ കൊട്ടാരക്കര റൂട്ടിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് വന്നാലും ഈ 2 ഭാഗത്തായിട്ട് യാതൊരു സിഗ്നലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയൊരു ഹമ്പ് പോലും ഇല്ല. പിന്നെ അപ്പുറത്ത് ഈ മെയിൻ എന്ന് പറയുന്നത് അപ്പുറത്ത് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു ഡബിൾ പാലമാണ്. അതിൽ ചിലർക്ക് അറിയത്തില്ല ഇത് ഡബിൾ പാലം ആണെന്ന് പോലും അറിയത്തില്ല. ചിലവർ വൺ സൈഡിൽ കൂടെ അങ്ങ് കയറി പോകുന്നവരുണ്ട്. എത്രയോ പേരെ ഞങ്ങൾ തിരിച്ചിറക്കി വിട്ടവരുണ്ട്. വരുന്ന ഫാസ്റ്റിനോ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയുന്നു. എന്നിട്ട് തന്നെ ഇവിടെ ഒരു ഷിഫ്റ്റ് ആ പാലത്തെ ഇടിച്ച് കയറിയതാണ്. നിരവധി ആൾക്കാരുടെ പല്ലും തലയെല്ലാം കുറെ ക്രിട്ടിക്കലായതാണ്. ഇപ്പൊ ഈ ഇടയ്ക്കെന്ന് പറഞ്ഞ് ഇവിടുന്ന് റോഡ് അത്
ഒരു അച്ഛനും മോനോടായിരുന്നു കാറിനകത്ത്. അവർ ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത്. അവർ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിയാണ്. വണ്ടി നേരെ വന്ന് ഓവർടേക്ക് ചെയ്ത് അന്നേരം തന്നെ വണ്ടി നിന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് വണ്ടി വഴുതി പോയെന്നാ പുള്ളി പറയുന്നത്. ഇടിച്ച് അന്നേരം വലത്തെ കാലിന്റെ പാത അറ്റുകൂവി നേരെ ഇടിച്ച ആഘാതത്തിൽ പുള്ളി അന്നേരം സ്പോട്ടിൽ തീർന്നു. ചെറിയൊരു ഇടുപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നിരവധി ഇഷ്ടം പോലെ ഇവിടെ ഒരു വണ്ടി നമ്മൾ ക്രോസ് ചെയ്യാൻ നിന്നാൽ പോലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനെ കാണത്തില്ല. അമ്മാതിരി വളവും കാര്യങ്ങളുമാണ്. പിന്നെ ഇവര് ഈ രണ്ട് സൈഡിലായിട്ട് പുല്ലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ തന്നെ ഇവിടെ ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. അപ്പം നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും വരുന്നവർക്ക് അത്രയും ഇല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അപകടം നടന്ന് ആക്സിഡന്റ് നടന്ന് സ്പോട്ടിൽ തീർന്നിട്ടുള്ള സൈറ്റാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. ഇടറോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ, ഈ സ്പീഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മിക്ക വാഹനങ്ങളും ഇറങ്ങുന്നത്. തൊട്ടടുത്തായിട്ട് ഒരു കൊടും വളവാണ്. ഈ വളവ് കടന്ന് വാഹനങ്ങൾ അമിത വേഗതയിലെത്തിയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഒരു ഡിവൈഡർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഡിവൈഡറിലേക്ക് വാഹനങ്ങൾ ഇടിച്ചു കയറി അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. നമുക്കിപ്പോൾ ഡിവൈഡർ കാണാൻ സാധിക്കില്ല, കാരണം ഇവിടെ മതിയായ വെളിച്ചവുമില്ല. വാഹനങ്ങളുടെ ചെറിയ ഒരു വെളിച്ചത്തിൽ മാത്രമേ ആ ഡിവൈഡർ കാണാൻ സാധിക്കുകയുള്ളൂ. അധികൃതർ ഇവിടെ ഒരു ലൈറ്റ് സ്ഥാപിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സൂചനാ ബോർഡുകളോ അപായ സൂചനാ ബോർഡുകളോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ആദ്യമായി കടന്നു വരുന്ന ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവറെ സംബന്ധിച്ച് ഇവിടെ അപകടം പതിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. KSRTC ബസ് അടക്കം ഇവിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിവൈഡറിൽ ഇടിച്ച് നിരവധി ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യവും മുൻപ് ഉണ്ടായിട്ടുണ്ട്. റോഡിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് റോഡിലെ വളവുകളും അതുപോലെ റോഡിന്റെ സ്പീഡ് വേഗതയെ സംബന്ധിച്ചുള്ള സിഗ്നലുകൾ ശരിക്കും ശരിയായ വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഒന്നത്. രണ്ട്, വാഹനങ്ങളുടെ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങളോ ഒന്നും ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വലിയ ഗൗരവ ഏരിയയാണ്. മറ്റൊന്നെനിക്ക് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, റോഡ് നിയമങ്ങളും വാഹന നിയമങ്ങളും കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പഠന സംവിധാനവും നമ്മുടെ ഈ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ ഇല്ല എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. ആ വാഹനങ്ങളുടെ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാൾ മോട്ടോർ വാഹനം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ മാത്രമാണ്. അത് വലിയ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കൊച്ചുകുട്ടികളും നടന്നു പോകുന്ന യാത്രക്കാരനും വാഹനം ഓടിക്കുന്ന ആളും ഈ റോഡ് നിയമങ്ങളും വാഹന നിയമങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷെ അത് പഠിപ്പിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇല്ലെന്നുള്ളത് വളരെ പ്രശ്നമാണ്. പിന്നെ ഈ റോഡിന്റെ സിഗ്നലുകൾ വളരെ ഒട്ടനവധി അപകടങ്ങൾ കൂടുകയാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഏതെങ്കിലും സംവിധാനങ്ങൾ ഇടപെടുകയും ആ സംവിധാനങ്ങൾ പറയുന്നത് അപ്പോഴൊരു ഉണ്ടാകുന്ന ഒരു മാർഗനിർദ്ദേശങ്ങളും ആ സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളും പിന്നീട് തുടർച്ചയായിട്ടുള്ള എല്ലാവരും ഫോൾ ഓഫ് ഒരു സംവിധാനവും അതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലാ അതിർത്തിയായ നിലമേൽ മുതൽ കുളക്കട ഏനാത്ത് വരെയുള്ള ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. നമ്മളുള്ളത് സദാനന്ദപുരം ജംഗ്ഷനിലാണ്. ഇവിടെയും അപകടത്തിന് ഒട്ടും കുറവില്ല. ദിനംപ്രതി അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് പിന്നിലുള്ളതെല്ലാം പ്രദേശവാസികളും ഇവിടെ ഓട്ടോ ഓടിക്കുന്നവരും ഒക്കെയാണ്. സമീപത്ത് കട നടത്തുന്നവർ അടക്കമുണ്ട്. കാരണം ഇവിടെ ഒരു അപകടം ഉണ്ടായാൽ ഓടിയെത്തുന്നത് ഇവരാണ്. ഇവർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുന്നത്. ശരിയല്ലേ ഏട്ടാ? അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഒരുപാട് വർദ്ധിച്ചു വരുവാണ്. മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഈ വെട്ടിക്കവലയിൽ നിന്നും സദാനന്ദപുരത്തേക്ക് ഇറങ്ങുന്ന ഒരു MC റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയാണ്. യാതൊരു വിധമായ സിഗ്നലുകളും ഇവിടില്ല. ഇവിടെ ബൈക്കുകൾ എന്ന് പറഞ്ഞാൽ നിരന്തരം ബൈക്കും ഓട്ടോയും മറ്റ് ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന പെൺപിള്ളേർ സഹിതം ഈ MC റോഡിലേക്ക് വന്ന് മെയിനായിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഒരു സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിരന്തരം അപകടമാണ്. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു 50 മീറ്റർ അപ്പുറത്ത് നേരത്തെ ഒരു ആംബുലൻസ് ഇടിച്ച് ആംബുലൻസ് റോങ് കയറി വളവായിരുന്നു ഇടിച്ച് കോഴിവണ്ടിയായിട്ട് ഇടിച്ച് ഒരു 4 പേര് മരിക്കുകയുണ്ടായി. അവരെ രക്ഷപ്പെടുത്താനും അതിന് ഒക്കെ ഒരുപാട് സമയം, രാത്രി 12 മണി മുതൽ വെളുപ്പിൽ 3 മണി വരെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന ഒരു അപകടത്തിൽ ഇവിടെ ഒരു ആട്ടോ ഓടി വന്ന ഒരു ആട്ടോ, കൊട്ടാരക്കര ആകാശിന്റെ മുമ്പിൽ ആട്ടോ ഓടുന്ന ശാന്തിജേഷിൽ ആട്ടോ ഓടുന്ന ഒരു ചേട്ടനും വൈഫും കൂടെ വന്ന വഴിക്ക് ഒരു വണ്ടി ഇടിച്ചു. അതിൽ അദ്ദേഹം മരിക്കുകയുണ്ടായി. അവര് എന്റെ പിക്കപ്പിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു. അങ്ങനെ നിരന്തരം അപകടമാണ്. അതിനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരുപാട് മനുഷ്യജീവനുകൾ ഈ MC റോഡിലും ഈ വെട്ടിക്കവലയ്ക്ക് തിരിയുന്ന റോഡിലും പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ പറയുക. നമ്മുടെ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും അന്ന് തന്നെ 4 പേര് മരിച്ചു. ഇവിടെ നമ്മുടെ ഓട്ടോറിക്ഷ ഒരു ഡ്രൈവർ മരിച്ചു. നിരന്തര അപകടം, നിരന്തര അപകടമേ ഉള്ളൂ. ഇനിയിപ്പോൾ മഴയും കൂടെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്.
അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം. കൊടുംവളവും അതുപോലെ തന്നെ അശാസ്ത്രീയമായ റോഡിന്റെ നിർമ്മാണവും ഒക്കെയാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ഈ നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പൊതുപ്രവർത്തകൻ നമ്മളോടൊപ്പം ശരിയാണ്. ശരിക്കും എന്താണ് ഈ ഇത്തരം അപകടം നിങ്ങളെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? നമ്മുടെ ഈ സ്വാതന്ത്ര്യം ജംഗ്ഷൻ എന്ന് പറയുന്നത് വെട്ടിക്കോലയിൽ നിന്ന് പ്രധാനമായും കടന്നു വരുന്നൊരു പാതയാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. അതിനുശേഷമുള്ള MC റോഡ് ഇപ്പം ഒരുപാട് അപകടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ദിനംപ്രതി ഒരുപാട് മരണങ്ങൾ ഈ റോഡിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് നമ്മളിവിടെ നിൽക്കുന്നതിന് കുറച്ച് മീറ്റർ മാറിയാണ് ഉണ്ടായിട്ടുള്ളത്. ആംബുലൻസ് അപകടത്തിൽ പെട്ട് 3 ജീവൻ നമുക്ക് നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ദിനംപ്രതി ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മേഖല നോക്കുമ്പോൾ നമുക്കിപ്പോൾ തൊട്ട് അങ്ങോട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ കത്തുന്ന സാഹചര്യത്തിലില്ല. ഇവിടെ നിൽക്കുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു സിഗ്നൽ ലൈറ്റോ അങ്ങനെ ആ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്നു. സ്കൂളിൻ്റെ ഇതിന് കുറച്ച് മീറ്റർ, ഒരു 300 മീറ്റർ അപ്പുറം മാറിയാൽ സദാനപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു കനാൽ പാലം എല്ലാം നിൽക്കുന്ന ഒരു ഭാഗമുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കനാൽ പാലമായി കടന്നു ചെല്ലുന്നിടത്ത് ആ പാലമാണെന്ന് അറിയുന്ന തരത്തിലുള്ള ഒരു സിഗ്നൽ ലൈറ്റുകളോ അങ്ങനെ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പ്രവർത്തനരഹിതമായി കടന്നു കുറേ നാളുകളായി. ഇത്തരം സംവിധാനങ്ങളെല്ലാം നമുക്കിവിടെ കൊണ്ടുവന്ന് ഈ അപകടങ്ങളെ ഈ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് ഇന്ന അപകടം പതിയിരിക്കുന്നു എന്നുള്ള ഒരു അവബോധം കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകണം. കൂടാതെ നേരത്തെ ആംബുലൻസ് അപകടം നടന്ന ആ മേഖലയിൽ നമുക്ക് വേണമെങ്കിൽ വൺ വേ ആക്കി മാറ്റാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന KSTP എല്ലാം തയ്യാറായാൽ ഒരു പരിധിവരെയൊക്കെ ഇവിടുത്തെ അപകടങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും. ഈ ഡിവൈഡറിന്റെ ഭാഗത്ത് മതിയായ വെളിച്ചമില്ല എന്നുള്ള വെളിച്ചമില്ലാത്ത ഒരു വലിയൊരു ഇതുണ്ട്. ഇപ്പം അവിടെ മഞ്ഞ ലൈറ്റ് മാത്രം വല്ലപ്പോഴും കത്തുന്ന സ്ഥിതിയാണ് ഉള്ളത്. ശരിക്കും ഈ വലിയ അപകടമല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ കൺമുന്നിൽ പൊലിഞ്ഞു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ സദാനപുരം മോട്ടോർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആ മേഖലകളിൽ മുൻകാലങ്ങളിൽ ഇതേ അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ 1 മാസത്തിനകത്ത് വെച്ചാണ് ഒരു ആംബുലൻസ് അപകടങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഒരു 2 മാസത്തിന് മുന്നിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഭയങ്കരമായ ഒരു അപകട നില സംഭവിച്ചു. അത് വെട്ടിപ്പൊളിച്ചാണ് വാഹനത്തിൽ ഉള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തിയെടുത്തത്. അതിലും മരണപ്പെട്ട കാരണങ്ങൾ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ചെറിയ വാഹനങ്ങൾ എപ്പോഴും ഓടി പോകുന്ന സമയങ്ങളാണ് ഇവിടെ ഇടി നടക്കുന്നത്. ഇങ്ങനെയുള്ള മേഖലകളിൽ രാത്രിയിലായി കഴിഞ്ഞാൽ വഴിവിളക്കുകൾ, രാത്രിയിലാണ് ഈ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിവിളക്കിൻ്റെ ഒരു പ്രശ്നമാണ് മറ്റു എതിരെ വരുന്ന വണ്ടിയെ തമ്മി ഡ്രൈവർമാരാരും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നാണ് ഈ ഇടിയിലേക്ക് അവസാനം. അത് വാളകം മുതൽ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വരെ നിത്യം അപകടം. ഇങ്ങനെ രാത്രിയിൽ ഒരു 9 മണി കഴിഞ്ഞാൽ കോട്ടയം മുതൽ മെഡിക്കൽ കോളേജ്, നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരെയുള്ള ആംബുലൻസ് വേഗതയിലാണ് പോകുന്നത്. അതേ വേഗതയിൽ ഓടി വരുന്ന സമയം പിന്നെ മറ്റുള്ള വാഹനമായിട്ട് അപകട നിത്യം രാത്രി കാലങ്ങളിൽ 9 മണി കഴിയപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിത്യം വാഹനങ്ങൾ വരുന്നത്. അത് നിരന്തരമായിട്ടാണ് മുന്നും പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബൈക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മത്സരമാണ്. ഈ മത്സരത്തിൽ ഒരു രക്ഷയില്ല. എതിരെ വരുന്ന വലിയ വണ്ടിയായി പോയാൽ പോലും അവർക്കുള്ള നിയന്ത്രണത്തിൽ വരുന്നതിനേക്കാളും ഇവർ അങ്ങോട്ട് ഇടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടിച്ചു കയറിക്കൊണ്ടാണ് ഇവിടെ കൂടുതൽ ബൈക്കുകളും ഇടിച്ചിട്ടുള്ളത്. പിന്നെ അനധികൃതമായിട്ടുള്ള സൈഡിലുള്ള വാഹനങ്ങളുടെ പാർക്കിംഗ്, കരിക്കത്തിലെ പുതുതായിട്ട് ആരംഭിച്ച സിവിൽ സപ്ലൈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമയം വൈകിട്ട് ഒരു 5 മണി മുതൽ ഏകദേശം ഒരു 7-8 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. വളരെ സൂക്ഷിച്ച് കരുതി പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി ഇടിക്കും. അത്രമാത്രം തിരക്കാണ് ഈ MC റോഡിൽ. അതെന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ അമിത വേഗതയിലുള്ള സ്പീഡ്, മറ്റുള്ള വാഹനങ്ങളുടെ സ്പീഡ്. പിന്നെ രാത്രിയിലൊരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വെള്ള LED ബൾബാണ് പുതിയ വണ്ടികൾക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ആ ബൾബ് കൊണ്ട് എന്തെങ്കിലും കാരണവശാൽ എതിരെ വരുന്ന കൊച്ചു ഓട്ടോറിക്ഷകൾക്കോ ബൈക്കുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെപ്പോലുള്ള പിക്കപ്പുകളോടൊന്നും അവർക്കോ ഒന്ന് ഡിമ്മടിച്ച് അവർ കൊടുത്തില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അത്രമാത്രം വ്യക്തമടിച്ചാണ് എതിരെ ഉള്ള ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹൈടെക് മേഖലയായി മാറിയപ്പോൾ അപകടങ്ങൾ പെരുകുന്നത് മെയിനായിട്ട് ഇത് ഇങ്ങനൊരു വലിയ വിഷയമാണ്. ഒന്നാമത്തെ കാര്യം, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല, സിഗ്നലുകളില്ല. വളവിലും അപ്പുറത്ത് കാണുന്ന വളവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലും ഇല്ല. അതേപോലെ അതിൻ്റെ തൊട്ടുതാഴെ സദാനന്ദപുരത്ത് പാലം, ആ പാലത്തിൽ ഒരു 100 അപകടങ്ങളിൽ കൂടുതലും ഉണ്ടായിട്ടുണ്ട്. ആ പാലത്തിലിടിച്ച് എറണൂറുള്ള ഒരു പയ്യൻ കനാലി വീണ് മരിച്ചു. ഇപ്പോൾ ഒരു ആക്രി വണ്ടി അവിടെ ആ ക്രോസ് ബാറിൽ ഇടിച്ച് മറിഞ്ഞു. അങ്ങനെ നിരന്തര അപകടം, നിരന്തരം. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഇടപെടലുണ്ടായി അപകടം MC റോഡിൽ കുറയ്ക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരിയാണോ എതിരെ വരുന്ന വണ്ടികൾ ഇങ്ങനെ ഡിമ്മടിച്ച് നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ്. എതിരെ വരുന്ന വണ്ടികൾ LED ലൈറ്റാണ്, വെള്ള ലൈറ്റ്
അപ്പോൾ മുമ്പ് അടിച്ചിൽ നമുക്ക് എതിരെ വരുന്ന വണ്ടിക്കാർക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. നിരന്തരം ഇടിയാണ്. അപ്പം എം സി റോഡിൽ നിരന്തരം ഇടിയും കാര്യങ്ങളും എന്നും ഇടിയും. ബൈക്കാരാണ് ഭയങ്കരമായിട്ട് ഓവർ സ്പീഡും കാര്യങ്ങളും ഇപ്പോഴത്തെ കൂടി വണ്ടികൾ കയറ്റിയുമ്പോൾ ഇതൊക്കെ ഭയങ്കര നിരന്തര അപകടമാണ്. ഇവിടെ സംബന്ധിച്ച് എപ്പോഴും ഇവിടെ വെട്ടിക്കൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇറങ്ങി എല്ലാം ചെയ്തു. ഇപ്പം മെനയാന്ന് ഇവിടെ ഒരു രണ്ട് ബൈക്കുകളും കൂട്ടിയിടിച്ച് പുള്ളിയുടെ കാലൊക്കെ പ്രശ്നമായി. ഭയങ്കര നിരന്തരമായിട്ട് ഓരോ എന്നും ഇടിയാണ്. നമ്മളുള്ളത് സദാനന്ദപുരത്ത് ലോവർ കരിക്കത്താണ്. ഏറ്റവും കൂടുതൽ കൊട്ടാരക്കരയിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ലോവർ കരിക്കം. ഇവിടെ അമിത വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് നിത്യസംഭവമാണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ ഒരു ബിവറേജ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ബിവറേജിലേക്ക് എത്തുന്നവർ കൃത്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാതെ പോകുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. കൃത്യമായി പോലീസിന്റെ ഒരു ഇടപെടൽ വേണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. പുലമൺ ജംഗ്ഷനിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. എപ്പോ അപകടമുണ്ടായാലും ഓടിയെത്തുന്നതാണ് ഇവർ. ശരിക്കും വ്യാപാരികൾ മാത്രമല്ല, പൊതുപ്രവർത്തകൻ കൂടിയാണ്. നമുക്ക് ചോദിച്ചത് എപ്പോഴും അപകടമല്ലേ? അപകടങ്ങൾ കണ്ട് മടുത്ത സാഹചര്യമാണ്. തീർച്ചയായിട്ടും വളരെ ഇന്നലെ തന്നെ ഒരു ആംബുലൻസും ഒരു കാറും കൂടെ ഞങ്ങളെ ഓടിച്ചെന്ന് ഇവിടെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അവരെ നിർത്തി പെട്ടെന്ന് ഇങ്ങനെ വന്ന് അവരെ ഇങ്ങനെ എന്തായാലും സംഭവങ്ങൾ നടന്നു. അവരും അങ്ങ് വല്ലാതായിപ്പോയി. എനിക്ക് തോന്നുന്നു പാസ്റ്റർമാരാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെല്ലാം കൂടെ ഇങ്ങനെ വിജയ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമായി പോയി. പെട്ടെന്ന് ഇങ്ങനെ എന്ന് വെച്ചാൽ അത്ര ഒരു ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു സംഭവം. അവരും അങ്ങ് അപ്സെറ്റ് ആക്കി. വളരെ വേദനാജനകമായ ഒരു സംഭവം. സിഗ്നൽ ലൈറ്റ് ഓഫ് ആകുമ്പോഴാണോ കൂടുതൽ? അല്ല ഈ സിഗ്നൽ ലൈറ്റ് കിടക്കുന്ന ഈ അശ്രദ്ധ, ഈ വണ്ടിക്ക് അശ്രദ്ധ, ഈ അതിന്റെ ഒന്നും പ്രിലിമിനറി പാഠങ്ങളൊന്നും പഠിക്കാതെ ഈ ടൗൺ ലിമിറ്റ് പാലിക്കുന്നില്ല. ഓവർ സ്പീഡ് എന്ന് വെച്ചാൽ അവര് സാധാരണ റോഡ് ഓടിക്കുന്ന പോലാണ് ടൗണിൽ ഒരു ഓടിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ കുന്നക്കര വരുമ്പോഴേ കുറച്ച് സ്പീഡ് കുറച്ച് വന്നാൽ ഈ ടൗൺ കഴിഞ്ഞ് പിന്നെ സ്പീഡ് കിട്ടാൻ കുഴപ്പമില്ല. ഇന്നലെ തന്നെ ഒരു ഡോക്ടർ നമ്മുടെ പത്തനംതിട്ടയുള്ള ഞങ്ങളുടെ സഭയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെ അനിയന്റെ ഭാര്യ ഒരു തിരുവനന്തപുരത്ത് വന്നിറങ്ങി. ഡോക്ടറാണ്. അവിടെ ദുബൈയിലെ ഗൈനക്കോളജി ഡോക്ടറാണ്. നമ്മുടെ ആയൂര് വെച്ച് ഡിവൈഡറി പിടിച്ച് രണ്ട് കമ്പങ്കോട് വെച്ച് വളരെ ദാരുണമായ ഒരു മരണമാണ്. കുടുംബത്തിൽ വേറെ ആരും ഇല്ല. അവരുടെ വീടിന്റെ, എനിക്ക് തോന്നുന്നു ഒരു വീടിന്റെ പാലച്ചനും കണ്ട് വന്നതാണ്. ഇങ്ങനെ നാളെ അത് അടക്കം വെച്ചിരിക്കുന്നു. നമ്മളെ വളരെ വളരെ പ്രയാസത്തില്ല. കാരണം അത്രമാത്രം ഈ എന്താ പറയുന്നത്, ഈ ആളുകളെ ഈ ഡ്രൈവ് ചെയ്യുന്നവര് എന്താ പറയുന്നത്, അവര് ഈ പണ്ടുള്ള റോഡ് പോലെ പണ്ടിങ്ങനെ വണ്ടിയില്ലല്ലോ. ഇപ്പൊ തിരുവനന്തപുരം വണ്ടി പോകുന്നിടത്ത് ഇപ്പൊ നമുക്കെന്താ അറിയാം, ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 ദിക്കിലും ഉള്ള ട്രാഫിക് ജാം ഭയങ്കരമാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഊപ്പാട് വരും. അവർ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഇവിടെ എല്ലാം വന്നങ്ങ് നിറയും. അത് തന്നെയാണ് പറയാനുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ചില നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ അപകടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കിവിടെ ഉണ്ട് ചേട്ടാ, ശരിക്കും അപകടങ്ങൾ നിങ്ങൾ കണ്ട് മടുത്ത സാഹചര്യമാണല്ലോ ഉള്ളത് അല്ലേ? അതെ, രാത്രി ആയാലും വണ്ടിക്ക് ഭയങ്കര സ്പീഡിലാണ് വണ്ടി എടുക്കുന്നത്. ഇവിടെ ഒരു 4 റോഡ് ചേരുന്നതാണോ എന്നുള്ള ഒരു ചിന്തയില്ലാതാണ് ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. ഇത് 2 ദിവസത്തേക്ക് മുമ്പും ഇവിടെ ഒരു അശ്രദ്ധയായിട്ട് ഇവിടുന്ന് കാറ് പോകുമായിരുന്നു. അവിടുന്ന് ഒരു കാറ് വന്ന് ഇടിച്ച് എല്ലാ ഡിവൈഡറിലൊക്കെ കയറി. കാറിനൊക്കെ ഒരുപാട് പരിക്കുകളൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പല ഇത് അശ്രദ്ധകൾ കൊണ്ടും മാത്രമാണ് വരുന്നത്. ശരിക്കും നമ്മൾ അപകടങ്ങൾ കണ്ട് മടുത്തു. ഇപ്പൊ ഞാൻ 13 വർഷമായിട്ട് ഇവിടെ നിന്നിട്ട് എത്രയോ അപകടങ്ങൾ കണ്ടിരുന്നത്. ഇതിപ്പം ഇതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നാറില്ല. ദിനംപ്രതി അത് കൂടുതൽ അശ്രദ്ധയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, 4 റോഡ് ചേരുന്ന ഒരു ഭാഗമാണ്. ഇപ്പൊ ഈ 4 റോഡ് ചേരുന്ന ഭാഗത്ത് പതുക്കെ വണ്ടി വരണം എന്നുള്ള ഒരു ചിന്താഗതിയില്ല. പകല് തന്നെ സിഗ്നൽ കഴിഞ്ഞ് വണ്ടികൾ കയറിപ്പോകുന്നു. കണ്ടമാനം അപകടങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചുമന്ന ലൈറ്റ് കത്തിയതിന് ശേഷവും അവിടുന്ന് അടുത്ത ലൈൻ ഓപ്പൺ ആവുന്നതിന് ശേഷവും വണ്ടികൾ കടന്നു വരുന്നു. അത് വലിയ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത്. പല പ്രാവശ്യം ഞാനത് അപകടം നടക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇതെല്ലാം അശ്രദ്ധയാണ്. നമ്മൾ ഇവിടെ മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ അപ്പുറത്ത് വണ്ടി ചവിട്ടി നിർത്തി നമ്മുടെ സിഗ്നൽ ആകുമ്പോൾ മാത്രം വണ്ടി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത നമ്പറാണ് ഇത്. നമുക്ക് 5, 1, 5, 4, 3, 1 എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും മഞ്ഞയാണ്. അന്നേരം അവിടെ ചവിട്ടി നിർത്തിയാൽ കഴിഞ്ഞാൽ അപകടങ്ങളില്ല. അത് കഴിഞ്ഞാലും റെഡ് കളറായി കഴിഞ്ഞാലും വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെയാണ് കൂടുതൽ ഇവിടെ അപകടങ്ങൾ നടക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്കുള്ള
കഴിവിന്റെ പരമാവധി അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ ഈ എരിയാണി എരിയുന്ന വെയിലത്തും ഈ അൾട്രാ വയലറ്റ് രശ്മിയുടെ ഇത് അടിച്ചതുകൊണ്ടും പോലീസുകാർ കണ്ടമാനം പടപ്പാട് വിടുകയാണ്. ഇതാണ് ഇവിടുത്തെ അവര് ഇത്ര കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് വളരെ അപകടങ്ങൾ കുറയുന്നുണ്ട്. പക്ഷേ പലരും അവരെ വഴക്ക് പറയും, പിന്നെ അത് ഇതും പറഞ്ഞിട്ട് പോകുന്നതും കാഴ്ചകളും ഞാൻ ഇവിടെ നിന്നോട് കാണുന്നുണ്ട്. ശരിക്കും അവരും കഷ്ടപ്പെടുന്നുണ്ട്. അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഭയങ്കര വെയിൽ, അൾട്രാ വയലറ്റ് രശ്മി അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും അവരിവിടെ നിന്ന് ഡ്യൂട്ടി ചെയ്യുകയാണ്. 6 മണിക്കൂർ അവർ കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്യുന്നു. അവര് രാവിലെ 6 മണിക്കൂർ, വൈകിട്ട് 6 മണിക്കൂർ, ഇങ്ങനെയാണ് പോലീസിന്റെ ഇത്. അവര് ഒരുപാട് കഷ്ടപ്പെടുന്നതിന്റെ ഇതിൽ പകൽ ഒരുപാട് അപകടങ്ങൾ കുറയുന്നു. പക്ഷെ അവർ കൺട്രോൾ ചെയ്തിട്ടും ഇവര് സിഗ്നൽ കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യം. കൊല്ലഞ്ഞങ്കോട്ട ദേശീയപാതയും നാഷണൽ ഹൈവേയും കടന്നു പോകുന്ന കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ പ്രധാന ഭാഗമാണ് നമ്മൾ ഉള്ളത്. സിഗ്നൽ ലൈറ്റുകൾ അണഞ്ഞാൽ പോലും ഇവിടെ അപകടങ്ങൾ പതിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. KSRTC ബസ്സുകൾ അടക്കം അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. മന്ത്രിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസുമായി കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടവും വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടിയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞാൻ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.